സുഖമാണോ എല്ലാവർക്കും? ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ ആദ്യ പാഠം പഠിക്കാം. പാഠത്തിന്റെ പേര് പൂവ് ചിരിച്ചു. എല്ലാവരും ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? അതെ, ഒരു ചെമ്പരത്തി ചെടി കാണുന്നു. ചെടിയിൽ എന്തൊക്കെയാണുള്ളത്? പച്ച ഇലകൾ കാണുന്നു. ഇനി എന്ത് കാണുന്നു? ചുവന്ന ചെമ്പരത്തി പൂക്കൾ കാണുന്നു. കുട്ടികളെ, പൂവിന്റെ അടുത്ത് ആരാണ് പറന്നു വരുന്നത്? അതെ, ഒരു കുരുവി. എല്ലാവരും പറയൂ, കുരുവി. കുരുവി എന്താണ് ചെയ്യുന്നത്? കുരുവി പൂവിന്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. ഇനി നമുക്ക് ഈ വരി വായിക്കാം. കുരുവി, കുരുവി വാ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പറയൂ, കുരുവി, കുരുവി വാ. കുട്ടികളെ, ഇതിന്റെ താഴെ ഒരു ഒഴിഞ്ഞ സ്ഥലം കാണുന്നുണ്ടല്ലോ. അവിടെ എന്താണ് എഴുതേണ്ടത്? ചിത്രത്തിൽ നോക്കി പറയൂ, പൂവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ആരാണ്? അതെ, കുരുവി. അപ്പോൾ ആ ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് എന്തെഴുതാം? കുരുവി എന്നെഴുതാം. എല്ലാവരും കൂടി പറയൂ, കുരുവി, കുരുവി വാ. കുരുവി. വളരെ നന്നായി കുട്ടികളെ. ഇന്ന് നാം എന്തൊക്കെയാണ് പഠിച്ചത്? ചെമ്പരത്തിച്ചെടി, പൂവ്, കുരുവി, കുരുവി, കുരുവി വാ എന്ന വരി. അതിനാൽ കുട്ടികളെ, ചെടികളെയും പൂക്കളെയും പക്ഷികളെയും നമുക്ക് സ്നേഹിക്കണം. ശരി, ഇനി എല്ലാവരും ഒരിക്കൽ കൂടി വായിക്കാം. കുരുവി, കുരുവി വാ. കുട്ടികളെ, ഇനി നമുക്ക് താഴെയുള്ള വരികൾ വായിക്കാം. ആദ്യ വരി എന്താണ്? പറന്നു വന്നു. ആരാണ് പറന്നു വന്നത്? അതെ, കുരുവി. അതുകൊണ്ടാണ് അടുത്ത വരിയിൽ എഴുതിയിരിക്കുന്നത്, കുരുവി പറന്നു വന്നു. എല്ലാവരും ഒരിക്കൽ കൂടി വായിക്കൂ. കുരുവി പറന്നു വന്നു. ഇനി അടുത്ത വരി നോക്കൂ. ചിരിച്ചു നിന്നു. ആരാണ് ചിരിച്ചു നിന്നത്? ചിത്രത്തിൽ നോക്കൂ. പൂവ് കുരുവിയെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്ത് എന്തെഴുതണം? ചിരിച്ചു. അപ്പോൾ പൂർണ്ണവാക്യം എന്താകും? പൂവ് ചിരിച്ചു നിന്നു. എല്ലാവരും ചേർന്ന് വായിക്കാം. പൂവ് ചിരിച്ചു നിന്നു. ഇനി താഴെ രണ്ട് ഒഴിഞ്ഞ വരികളുണ്ട്. കുട്ടികളെ, ഈ ചിത്രം നോക്കി നിങ്ങൾക്കൊരു ചെറിയ വാക്യം പറയാമോ? ഉദാഹരണത്തിന്, കുരുവി പൂവിന്റെ അടുത്ത് വന്നു. പൂവ് കുരുവിയെ വിളിച്ചു. വളരെ നന്നായി കുട്ടികളെ. ഇന്ന് നാം പഠിച്ചത് കുരുവി പറന്നു വന്നു, പൂവ് ചിരിച്ചു നിന്നു. എല്ലാവരും ഒരിക്കൽ കൂടി ഉറക്കെ വായിക്കാം. കുരുവി പറന്നു വന്നു, പൂവ് ചിരിച്ചു നിന്നു. കുട്ടികളെ, ഇനി അരയന്നം എന്താണ് പറയുന്നതെന്ന് നോക്കാം. അരയന്നത്തിന്റെ അടുത്തുള്ള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതാ അതാ എന്നെയെന്ന് കാണിക്കുന്നത്. ചിത്രത്തിൽ മുകളിൽ എന്തുണ്ട്? അതെ, കുരുവി. അപ്പോൾ അവിടെ എഴുതേണ്ടത് കുരുവി. പൂർണ്ണമായി വായിക്കാം. അതാ കുരുവി. കുട്ടികളെ, ഇന്ന് നാം പൂവ് ചിരിച്ചു എന്ന പാഠത്തിലെ ഈ ഭാഗം പഠിച്ചു. നാം ആരെയൊക്കെയാണ് കണ്ടത്? ചെമ്പരത്തിപ്പൂവ്, കുരുവി, അരയന്നം. നാം എന്തൊക്കെയാണ് വായിച്ചത്? കുരുവി പറന്നു വന്നു. പൂവ് ചിരിച്ചു നിന്നു. അതാ കുരുവി. എല്ലാവരും വളരെ നന്നായി വായിക്കുകയും ഉത്തരം പറയുകയും ചെയ്തു. എനിക്ക് വളരെ സന്തോഷമായി. ഇനി വീട്ടിൽ പോയാൽ ഈ പാഠം ഒരിക്കൽ കൂടി ഉറക്കെ വായിക്കണം. ചിത്രങ്ങൾ നോക്കി അമ്മയോടും അച്ഛനോടും കഥ പോലെ പറഞ്ഞു കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിന്റെ ബാക്കി ഭാഗം കൂടി സന്തോഷത്തോടെ പഠിക്കാം. നന്ദി കുട്ടികളെ. വീണ്ടും കാണാം. ബൈ.